ബാനു താഴെക്കോട്ടേക്ക് ഒരു ഡെലിവറി ഉണ്ട് ഇതിൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ടാണ് താത്ത എന്നെ വിളിക്കുന്നത്. ഓക്കെ പോവാന്ന് ഞാനും അപ്പൂസും അങ്ങനെ പോയി. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴേക്ക് ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് തുറന്നിട്ട് പോവാന്ന് താത്താൻ്റെ ഉമ്മയും ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ, ഇവിടെ നിന്ന് കുറച്ച് അരിമണിയിൽ പേരെഴുതി വെച്ചിട്ടുള്ളത് എൻ്റെ അപ്പൂസിൻ്റെ ഒക്കെയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു നോമ്പ് തുറ ഉണ്ടായിരുന്നത്. അപ്പൂസിന് കളിക്കാൻ കുറേ ആളെ കിട്ടിയ സന്തോഷത്തിലാട്ടോ. ഇസാനും അല്ലൊക്കെ അവൻ്റെ കൂടെ തന്നെ നിന്ന് അങ്ങനെ കളിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ മടങ്ങാൻ സമയത്തെ താത്താൻ്റെ ഉമ്മ കുറേ ചീരിയും ദോശമാവും സാമ്പാറൊക്കെ എടുത്തു തന്നു കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണ്ട, നിങ്ങൾ ഉച്ചക്ക് ഇറങ്ങിയതല്ലേക്ക് പറഞ്ഞൊക്കെ പാക്ക് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ആ ഒരു ഷോപ്പിലേക്കാണ് പോയത്. ചെല്ലുന്ന സമയത്തേ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അപ്പൂസും പുറത്തൊന്ന് വെയിറ്റ് ചെയ്ത് അതൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇന്ന് പെരുന്നാക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു. അപ്പൂസിനുള്ളതും ഇവിടെ നിന്ന് തന്നെ കേട്ടോ എടുത്തത്. ഇവിടെ ആകുമ്പോഴേ കുട്ടികൾക്കും വലിയവർക്കും ഒരു വീട്ടിലുള്ള എല്ലാവർക്കും എടുക്കാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. അതും അഫോർഡബിൾ റേറ്റേ വരുന്നുള്ളൂ. ഞാൻ ഒരു ചുരിദാർ എടുക്കാൻ പോയതായിരുന്നു, പക്ഷെ 2-3 എടുത്തു. സത്യം പറഞ്ഞാട്ടോ ഇക്ക വിളിച്ചപ്പോൾ 2-3 വേണോ ചോദിച്ചു. പക്ഷെ ബില്ല് വന്നപ്പോൾ ഇക്ക് ഹാപ്പിയാണ്. കുറഞ്ഞ റേറ്റേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല കളക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. തിരക്ക് കൂടി വരികയാണെന്ന് കണ്ടപ്പോൾ ഞാൻ അപ്പൂസിനെയും കൊണ്ട് അവരെ തന്നെ ഫാൻസിക്ക് മാറിയിട്ടാണ്. അപ്പൂസ് എങ്ങാനും പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് ഞാൻ ബില്ല് കുറച്ചൊന്നല്ല പേ ചെയ്യേണ്ടി വരിക. അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റാണ് നല്ല രസം. ഒക്കെ ചെറിയ ചെറിയ റേറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ അതെടുക്കുക ഇതെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പർച്ചേസ് ചെയ്യും. അത് നമ്മളൊരു സ്വഭാവമാണല്ലോ. അപ്പൂസിനെ പഠിച്ചോ കണ്ടറിഞ്ഞിട്ടാണ് ആൺകുട്ടിയാക്കിയത്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിങ്ങാണ്ട് ഇങ്ങനെ തലയിലൊക്കെ കുത്താൻ തോന്നി. ഞാൻ കുത്തിയാൽ പിന്നെ ആ ചോട്ടാ മുംബൈയിൽ ആ ഒരു അമ്മച്ചില്ലേ, ആ ഒരു വൈബിക്ക് വരും എന്ന് എനിക്കറിയാലോ. എന്തായാലും സാധനം ഫുള്ള് സെറ്റപ്പാണ്. ഡ്രസ്സാണെങ്കിലും പിന്നെ ഫാൻസി ഐറ്റംസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പെരുന്നാൾക്ക് നിങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തോ. എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. പിന്നെ ഡ്രസ്സിന് ഓരോടത്തേക്കും ഫാൻസിക്ക് ഓരോടത്തേക്കും ഒന്നും പോകും വേണ്ട, ഒക്കെ ഇവിടെ തന്നെ. ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല കസ്റ്റമേഴ്സും തിരക്കും ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കൽ നടക്കൂലല്ലോ. ഫാൻസിയിൽ കുറച്ച് നേരം നിന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് കുറച്ചൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു കേട്ടോ. കുറച്ചല്ല കുറച്ചധികം, പക്ഷെ കുറച്ച് പൈസ ആയിട്ടുള്ളൂ. ഇസാനും അപ്പൂസും നല്ല കളിയാണ് കേട്ടോ. ആദ്യം മോളും അവരും ഉണ്ട്. അപ്പൂസിനെ താത്താൻ്റെ ഇക്കൊരു ഡോക്ടർ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടെ നല്ല കളിയാണ്. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നേരെ വീട്ടിലെത്തി. അപ്പൂസിനെ കഴുകി അവൻ ഉറങ്ങിയിട്ടുണ്ട്. ഞാനും ഫ്രഷായി. ഇനി ഡ്രസ്സൊക്കെ ഒന്നുകൂടെ നാളെ ഇട്ട് നോക്കാം. ഇന്ന് കിടക്കട്ടെ. ഇൻഷാ അല്ലാ നാളെ വീണ്ടും കാണാം.